ഹലോ എല്ലാവർക്കും ഫൈഹാസ് വേൾഡിലോട്ട് സ്വാഗതം. അപ്പോൾ ദേ ഈ പ്രാവശ്യവും കൃഷിഭവനിൽ നിന്ന് തൈകളും ചട്ടികളും മണ്ണും ഒക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് കുറച്ച് നിരാശയുണ്ട്. അത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം കാണിക്കുകയും ചെയ്യാം. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വ്യൂസും കാര്യങ്ങളുമൊക്കെ എനിക്ക് ആ വീഡിയോയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. എല്ലാവരും ഒന്ന് കയറി കാണുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ പ്രാവശ്യം കിട്ടിയത് ആദ്യം തന്നെ ഞാൻ തൈകളാണ് കാണിക്കുന്നത്. ഇത് പച്ചമുളകിൻ്റെ തൈകളാണ്. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് നല്ല തൈകളായിരുന്നു, നന്നായിട്ട് വിളവൊക്കെ കിട്ടിയ തൈകളായിരുന്നു. അപ്പോൾ 5 പച്ചമുളകിൻ്റെ തൈയും 5 തക്കാളികളുടെ തൈയും 5 ഇത് വഴുതനയാണ്, വഴുതനയുടെ തൈയും പിന്നെ ഒരു 5 വെണ്ടക്കയുടെ തൈകളുമാണ് കിട്ടിയത്. ഈ 4 ഇനങ്ങളാണ് കിട്ടിയത്. പയറിൻ്റെ തൈ കിട്ടിയില്ല. അത്യാവശ്യം നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റിയ തൈകളൊക്കെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. നല്ല രീതിയിൽ ഇതൊക്കെ നട്ട് വളർത്തി ഓണത്തിന് നല്ലൊരു വിളവെടുപ്പ് നടത്തണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ ദേ അടുത്തതായി കിട്ടിയിട്ടുള്ളത് 20 HDP ചട്ടികളാണ്. കഴിഞ്ഞ പ്രാവശ്യം നല്ല കളർഫുള്ളായിട്ടുള്ള ചട്ടികളാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഈ പ്രാവശ്യം ഇങ്ങനെ 2 കളറുകളിലായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ചട്ടികളാണ്. ഈ ചട്ടികളുടെ പ്രത്യേകത എന്തെന്നാൽ വെയിലത്ത് വെച്ചാലും മഴയത്ത് വെച്ചാലും ഒരു കേടുപാടും സംഭവിക്കില്ല. മാത്രമല്ല 5 വർഷത്തോളം ഇത് നിലനിൽക്കും എന്നാണ് പറയുന്നത്. അത് സത്യമാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ ചട്ടികൾ ഒരു കുഴപ്പവുമില്ലാതെ ഇപ്പോഴും എൻ്റെ ടെറസിൽ നിൽക്കുന്നുണ്ട്. 2 തരം കോട്ടിങ്ങോട് കൂടിയുള്ള ഈ ചട്ടികൾക്ക് 2 ഹോളും ഉണ്ട്. കണ്ടില്ലേ, അത്യാവശ്യം സൈസായിട്ടുള്ള ചട്ടികളുമാണ്. അപ്പോൾ ഇത് 20 ചട്ടികളാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ കിട്ടിയിട്ടുള്ളത് ഈ 20 ചട്ടികളും നിറയ്ക്കാനുള്ള മണ്ണാണ്. 4 ചാക്ക് മണ്ണ് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ 3 ചാക്കുള്ളൂ. ഒരു ചാക്ക് ഞാനവിടെ പുറത്ത് മണ്ണ് കാണിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ പ്രാവശ്യം എനിക്ക് കുറച്ച് നിരാശയാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, അത് ഈ മണ്ണാണ്. തീരെ മോശമായ ഒരു മണ്ണാണ് കിട്ടിയിട്ടുള്ളത്. ഞാനത് കാണിച്ചു തരാം കേട്ടോ. ഈ മണ്ണിൽ ഞാൻ എങ്ങനെ കൃഷി ചെയ്ത് വിളവെടുക്കും എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ദേ ഇത് കണ്ടില്ലേ, ഇതാണ് മണ്ണ്. ഒരുപാട് കട്ടയില്ലേ, കല്ലും ഉണ്ട്. പിന്നെ മണ്ണാണെങ്കിൽ ഭയങ്കര ചളിയായിട്ടാണ് ഇരിക്കുന്നത്. കണ്ടില്ലേ, ഇതാണ് മണ്ണിൻ്റെ ഒരു അവസ്ഥ. കണ്ടോ കണ്ടോ ഇതുപോലെയുള്ള കല്ലുകളാണ് കൂടുതലും. പിന്നെ മണ്ണിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് നമ്മൾ ഇങ്ങനെ കാണിച്ചാൽ അതിങ്ങനെ ഒട്ടി പശ പോലെ ഇരിക്കും. ഇതിലാണ് ഞാൻ ആ കാണുന്ന തൈകളെല്ലാം തന്നെ കൃഷി ചെയ്ത് എടുക്കേണ്ടത്. ഇത്രയും സാധനങ്ങൾക്ക് എനിക്ക് കൊടുക്കേണ്ടി വന്ന വില 670 രൂപയാണ്. ചട്ടി വെച്ച് നോക്കുമ്പോൾ ആ 670 വളരെ ലാഭമാണ്. മണ്ണ് മാത്രമേ ഇങ്ങനെ ആയുള്ളൂ. അപ്പോൾ ഈ മണ്ണ് റെഡിയാക്കുന്നതും ചെടികൾ നടുന്നതുമായിട്ടുള്ള വീഡിയോ അടുത്ത ഇതിൽ ഞാൻ ചെയ്യാം. ഈ മണ്ണിൽ കൃഷി ചെയ്ത് വിജയിക്കുമോ എന്നൊന്നും അറിയില്ല. എന്തായാലും പറ്റുന്ന അപ്ഡേഷനൊക്കെ ഞാൻ തരാൻ ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.